ഹല്ലേലൂയ ജീസസ് കർത്താവേ സ്തോത്രം സ്തോത്രം. യേശു കർത്താവിൻ്റെ വാത്സല്യ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ച് സർവശക്തനായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പകലിൽ പ്രാർത്ഥനയോടെ വിവിധയിടങ്ങളിൽ ഇരുന്നു കൊണ്ട് ആരാധനയിൽ ഞാനും നിങ്ങളോട് സംബന്ധിക്കുമ്പോൾ ലോകം മുഴുവൻ പ്രതികൂലങ്ങളിലും പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്ന ഈ പകലിൽ കർത്താവിൻ്റെ മഹത്വമുള്ള നാമത്തെ മഹത്വപ്പെടുത്തുവാനും വാഴ്ത്തുവാനും നമുക്കൊരുമിച്ച് ചുരുക്കം ചിലരായ പ്രിയപ്പെട്ടവർക്കും വിശേഷാൽ വിവിധ മാധ്യമങ്ങളിൽ കൂടെ വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ആരാധനയെ സംബന്ധിപ്പാൻ സ്വർഗത്തിൻ്റെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല നന്മകളെ ഓർത്ത് വലിയ ഈ പകലിനെ ഓർത്ത് ഒരുമിച്ച് എല്ലാവരും കർത്താവിന് സ്തോത്രം ചെയ്യാം. എല്ലാ തെരുവും തുറന്ന് ഒരുമിച്ച് എല്ലാവരും കർത്താവിന് നന്ദി പറഞ്ഞാട്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവിൻ്റെ കാര്യങ്ങൾ നമ്മെ തന്നെ ഏൽപ്പിച്ച് ഒരുമിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാവരും തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തെ മഹത്വം കരേറ്റാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, വാത്സല്യകരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ച് ഇന്ന് പകൽ ഞങ്ങളെ തന്നെ തൃക്കരങ്ങളിലേക്ക് വരമേൽപ്പിച്ച് ഒരുമിച്ച് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ ദൈവം ഞങ്ങളെ കൺമണി പോലെ കാത്തു സൂക്ഷിച്ചല്ലോ. ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തന്ന് ഞങ്ങളെ നടത്തിയ ഞങ്ങളുടെ ദൈവത്തിൻ്റെ വലിയ സ്നേഹത്തെ ഓർത്ത്, കരുതലും വിശ്വസ്തതയോർത്ത് ഞങ്ങൾ കർത്താവിന് നന്ദി പറയുന്ന പച്ച. പ്രത്യേക ഞങ്ങളുടെ ദൈവമേ, എന്ന് പകലിൽ വിവിധ മാധ്യമങ്ങളിലായി വിവിധ ഇടങ്ങളിലിരുന്നു കൊണ്ട് കർത്താവിനെ ആരാധിപ്പാൻ, ഞങ്ങളുടെ രക്ഷകനായ യേശു കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നൽകുന്ന വിലയേറിയ സാവകാശത്തെ ഓർത്ത് ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കണ്ണുനീരിൻ്റെയും പ്രയാസത്തിൻ്റെയും ഓരോ ദിവസങ്ങൾ കർത്താവെ ചുറ്റുപാടുകൾ ഞങ്ങൾ കേൾക്കുമ്പോഴും അനർത്ഥങ്ങളൊന്നും വ്യസനകാരണമായി തീരാതിരിക്കത്തക്കവണ്ണം ദൈവം ഞങ്ങളെ കരുതിയ കാത്തുപരിപാലിച്ച ഞങ്ങളുടെ ദൈവത്തിൻ്റെ വിശ്വസ്തതയോർത്ത് നന്മകളെ ഓർത്ത് ഞങ്ങൾ ദൈവത്തോട് നന്ദി പറയുന്നു. പ്രത്യേക ഞങ്ങളുടെ ദൈവമേ, ഇന്ന് പകലിനോടുകൂടി ഇവിടെ ആയിരിക്കുന്ന ഈ സഹോദരങ്ങളെ ഞാൻ കർത്താവിൻ്റെ കാര്യങ്ങളിൽ തരുന്നു. പിതാവാ, പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. വിവിധ മാധ്യമങ്ങളിലൂടെ ആരാധനയിൽ ഇന്ന് പകൽ ശിരസ്സ് മടക്കിയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങളെ ഓർത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, രാജ്യത്തിൻ്റെ വിവിധ ഇടങ്ങളെന്നായി, കർത്താവ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളെന്നായി ഞങ്ങളുടെ ഈ ശുശ്രൂഷകളെ സംബന്ധിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവരായിരിക്കുന്ന ഇടങ്ങളിലെല്ലാം കർത്താവ് കരുതണമേ. ദൈവത്തിൻ്റെ ആത്മാവെല്ലാവരെയും ഒരുപോലെ സൂക്ഷിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന വെച്ച ദൈവം തൻ്റെ ചിറകിൻ്റെ മറവിൽ കരുതുന്ന സൂക്ഷിക്കുന്ന എല്ലാ നന്മകൾക്കായിട്ട് സ്തോത്രം. ആരും അലസതയോട് ഉദാസീനതയോടുകൂടിയോ മാറിയിരിപ്പാനിട വരരുത്. എല്ലാവരും സംബന്ധിപ്പാൻ ദൈവകൃപ നൽകണമേ. കരങ്ങളിൽ ഏൽപ്പിക്കുന്ന വെച്ച മഹത്വം ഞങ്ങളുടെ ദൈവത്തിന് പാടുവാൻ പ്രാർത്ഥിപ്പാനല്ല കർത്താവിടെ കൃപ നൽകണമേ. കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എല്ലാ മഹത്വവും ഞങ്ങളുടെ കർത്താവിന് യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കറിയുന്ന പാട്ടുകൾ പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കോരായിരം നന്ദി. ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെയല്ലയോ എന്നെ നടത്തിയത്. ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെയല്ലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാൽ, കൃപയാൽ, ദൈവകൃപയാൽ നിർത്തിയിടും. ദയയാൽ, ദയയാൽ, നിത്യം ദയയാൽ. ഒടിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ, കടുകന്തൻ കുഞ്ഞിനെ ചിറകിന്മീതെ വഹിക്കും പോലെ, ഒടിതൻ കുഞ്ഞിനെ ചിറകടിയിൽ മറയ്ക്കും പോലെ, കടുകന്തൻ കുഞ്ഞിനെ ചിറകിന്മീതെ വഹിക്കും പോലെ. ചേർന്ന് പാടാം.
എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ, എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ നന്ദി. ശക്തിയാലല്ല, കൈയുടെ മേലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. ശക്തിയാലല്ല, കൈയുടെ മേലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. ഇന്നത് കൃപയാ കൃപയാ ദൈവകൃപയാ അമയത്തിടും ദയയാ ദയയാ നിത്യം ദയയാ. നീ യേശുവേ, നീ യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. ശക്തിയാലല്ല, കൈയുടെ മേലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. ശക്തിയാലല്ല, കൈയുടെ മേലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. ഒരിരുത്താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തിയതാ. വൈഷമ്യമേടുകൾ കരം പിടിച്ചു എന്നെ നടത്തുന്നതാ. ഒരിരുത്താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തിയതാ. വൈഷമ്യമേടുകളിൽ കരം പിടിച്ചു എന്നെ നടത്തുന്നതാ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത വൻകൃപകൾ, എണ്ണിയാൽ തീരാത്ത നന്മകൾ, തീരാത്ത വൻകൃപകൾ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. ഒരിരുൾ താഴ്വരയിൽ കൂടാതെ എന്നെ നടത്തിയതാം. വൈഷമ്യമേടുകൾ കരം പിടിച്ചു എന്നെ നടത്തുന്നതാ. ഒരിരുൾ താഴ്വരയിൽ ഭയം കൂടാതെ എന്നെ നടത്തിയതാം. വൈഷമ്യമേടുകളിൽ കരം പിടിച്ചു എന്നെ നടത്തുന്നതാ. എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ, എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. ശക്തിയാലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. ശക്തിയാലല്ല, കൈയുടെ മേലല്ല, നിന്ദയല്ലയോ എന്നെ നടത്തിയത്. എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത വൻകൃപകൾ, എണ്ണിയാൽ തീരാത്ത നന്മകൾ, ചൊല്ലിയാൽ ചൊല്ലിയാൽ തീരാത്ത നന്മകൾ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കും. കരങ്ങളെടുത്ത് ആരാധിക്കാം. ഓ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ്
ഞാനും എന്നേക്കും ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതം എനിക്കെല്ലാമല്ലേ ശുഭത്തെ. ആ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ആ ഹല്ലേലൂയ ജയം ഹല്ലേലൂയ യേശു കർത്താവ് ജീവിക്കുന്നു. ഓ നീങ്ങിപ്പോയെന്റെ ഭാരങ്ങൾ, മാറിപ്പോയെന്റെ ശാപങ്ങൾ, സൗഖ്യമായെന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. അവൻ നീങ്ങിപ്പോയെന്റെ ഭാരങ്ങൾ, മാറിപ്പോയെന്റെ ശാപങ്ങൾ, സൗഖ്യമായെന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. അവൻ ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ പാടിടും, സർവശക്തനായവനെ. അവൻ ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ പാടിടും, അവൻ സർവശക്തനായവനെ. അവൻ യേശുവിൻ നാമം വിടുതലാ, യേശുവിൻ നാമം രക്ഷയാ, യേശുവിൻ നാമം സൗഖ്യമാ, യേശുവിൻ നേരിടുന്നു. അവൻ യേശുവിൻ നാമം വിടുതലാ, യേശുവിൻ നാമം സൗഖ്യമാ, യേശുവിൻ നാമം രക്ഷയാ, യേശുവിൻ നേരിടുന്നു. അവൻ ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ പാടിടും, സർവശക്തനായവനെ. അവൻ ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ പാടിടും, സർവശക്തനായവനെ. ഹല്ലേലൂയ ഹല്ലേലൂയ അവൻ ആത്മരക്ഷകൻ. ഹല്ലേലൂയ അവൻ സൗഖ്യദായകൻ. ഹല്ലേലൂയ ശുദ്ധാത്മനായകൻ നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിയിടുമേ. ഹല്ലേലൂയ ശുദ്ധാത്മനായകൻ നമ്മെ നിത്യതയ്ക്കായി ഒരുക്കിയിടുമേ. ആഴിയിൽ നാം കടന്നു പോയിടിലും അതു നമ്മെ കവിഞ്ഞിടാതെ കാത്തിടുമേ. ആമേൻ ഹല്ലേലൂയ. തീയിൽ നാമാകിലും ജ്വാല നമ്മെ തെല്ലും യേശാധിമാനുവേൽ താൻ നടത്തിയിടുമേ. ഒരു സമർപ്പണത്തോടെ പറഞ്ഞാട്ട്, ആടിയിൽ ഞാൻ കടന്നു പോയാലും അതെന്നെ കവിയാതെ കർത്താവ് കാത്തു. കഴിഞ്ഞൊരാഴ്ചയിൽ ആടിയുടെ അനുഭവത്തിലൂടെ പോയപ്പോൾ നമ്മുടെ ആരുടെയും കഴിവല്ല ദൈവവൈതലേ, ദൈവം നമ്മളെ അതിൽ മുങ്ങിപ്പോകാതെ കരുതിയില്ലേ. നമ്മളാരും പൂർണ്ണരായതുകൊണ്ടല്ല, അവൻ്റെ ദയ, ആ കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ കരുതൽ ആടിക്കകത്ത് നമ്മളെ കൈവിടാതെ കാത്തു. തീയിനകത്ത് നമ്മായിരുന്നപ്പോൾ ജ്വാല നമ്മളുടെ മേലേശാതെ വണ്ണം കർത്താവ് നമ്മെ സൂക്ഷിച്ചു. ഈ പകലിലും ഇന്ന് പകലിലും ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിപ്പാനിരിക്കുമ്പോൾ ആമേ എൻ്റെ പ്രിയ ദൈവമക്കളെ, നിറഞ്ഞ മനസ്സോടെ തുളുമ്പുന്ന ഹൃദയത്തോടെ ദൈവസന്നിധി പറയാൻ കഴിയണം നമുക്ക്. കർത്താവ്, ഞാനായിരുന്ന പ്രതിസന്ധികളിൽ, ഞാനായിരുന്ന പ്രതികൂലത്തിൻ്റെ മധ്യത്തിൽ ആയിരുന്ന ദുഃഖകരമായ സാഹചര്യങ്ങളിലെല്ലാം എൻ്റെ കർത്താവിനെ കരുതിയ, എൻ്റെ ദൈവം എന്നെ നടത്തിയ വിശ്വസ്തതയ്ക്ക് നന്മകളെ ഓർത്ത് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്ന. എത്ര പറഞ്ഞാലും മതി വരാത്ത നന്മയിലൂടെ
അനുഗ്രഹങ്ങളിലൂടെ ഇതുവരെ നടത്തിയ ദൈവത്തിന് നിറഞ്ഞ മനസ്സോടെ ഹല്ലേലൂയ. ആമേൻ. നാം പാടി ആരാധിച്ചു. നന്ദി യേശുവേ. എണ്ണിയാൽ തീരാത്ത നന്മകൾ നമ്മുടെ ജീവിതത്തിൽ യേശു ചെയ്തില്ലേ? എണ്ണിയാൽ തീരാത്ത നന്മകൾ യേശു ജീവിതത്തിൽ ചെയ്തില്ലേ? ആമേൻ. നമുക്ക് ആർക്കും പ്രശംസിപ്പാനോ പുകഴുവാനോ കഴിയുകയില്ല. നമ്മൾ പലപ്പോഴും എത്ര ആയാലും നമ്മൾ പലപ്പോഴും പലതിലും തൃപ്തരല്ല. എന്നാൽ ഇന്ന് പകലിൽ ആമേൻ നമ്മെ നടത്തിയ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് കരുതലുകളെ ഓർത്ത് ഒരിക്കൽ കൂടെ നിറഞ്ഞ മനസ്സോടെ യേശുവിനെ നന്ദി പറഞ്ഞാൽ ഹല്ലേലൂയ. ദൈവസ്നേഹമേ, ദൈവസ്നേഹമേ, സ്വർഗം കാട്ടിയ അത്ഭുതമേ, ഭാരക്കുരിശിന്മേൽ എൻ്റെ പേർക്കായി യേശു ചൊരിഞ്ഞത നിത്യ സ്നേഹമേ. എന്തു നൽകും പകരമായി തുല്യമായി ഒന്നുമില്ല നാഥനെ. എന്തു നൽകും പകരമായി തുല്യമായി ഒന്നുമില്ല നാഥനെ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ. ഇത്രത്തോളം താതനെന്നെ സ്നേഹിച്ചുവല്ലോ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ. ഇത്രത്തോളം താതനെന്നെ സ്നേഹിച്ചുവല്ലോ. ദൈവസ്നേഹമേ, ദൈവസ്നേഹമേ, സ്വർഗം കാട്ടിയ അത്ഭുതമേ, മരക്കുരിശിന്മേൽ എൻ്റെ പേർക്കായി യേശു ചൊരിഞ്ഞതാ മരക്കുരിശിന്മേൽ എൻ്റെ പേർക്കായി യേശു ചൊരിഞ്ഞതാ നിത്യ സ്നേഹമേ. കർത്താവിൻ്റെ വാത്സല്യകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ അവനോട് കൂടെ ആയിരിക്കുന്ന പ്രിയ സഹോദരന്മാരിൽ ആമേൻ പ്രിയ മണികണ്ഠൻ ബ്രദർ ശബ്ദമുയർത്തി ദൈവസന്നിധിയിൽ ഈ ആരാധനയോർത്ത് പ്രാർത്ഥിക്കും. ആമേൻ. പ്രാർത്ഥിച്ചാണ്. വിശുദ്ധാത്മാവിന്റെ സാന്നിധ്യ കാലങ്ങൾ ഈ പ്രതിസന്ധിയിലും ഈ പ്രതിസന്ധി കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴല്ല പല പ്രശ്നങ്ങളിലായ ആരാധനകൾ മുഴുകിക്കെടുക്കുമ്പോഴല്ല ആരാധനകളപ്പ വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയെ സംബന്ധിക്കുന്ന ഓരോ വ്യക്തികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിടിവിക്കുമാറാകുന്നു. നന്ദിയോട് ശ്രദ്ധിക്കുന്ന ആളുകളെ നല്ല വചനങ്ങളെ കേൾക്കാനായി ഞങ്ങളെ ശക്തി കൊടുക്കുമാറാകുന്നു. പ്രാർത്ഥനയോട് പ്രാർത്ഥിക്കുന്നപ്പ നല്ല വചനത്തെ ആമേൻ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താൽ കർത്താവിൻ്റെ ധന്യമേറിയ നാമം ദൈവസന്നെ വാഴ്ത്തപ്പെടട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കുന്ന ക്രിസ്തുവിൽ ബഹുമാനരായ എല്ലാ ദൈവമക്കൾക്കും വിവിധ ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് യൂട്യൂബിലൂടെയും അവൻ ഈ ഗൂഗിൾ മീറ്റിലൂടെ ആരാധന സംബന്ധിക്കുന്ന
ആമേൻ. എല്ലാ ദൈവമക്കൾക്കും പ്രത്യേകം എന്നോട് കൂടെ ആയിരിക്കുന്ന ക്രിസ്തുവിൽ ബഹുമാനരായ കർത്തദാസന്മാർ, സഹോദരങ്ങൾ എല്ലാവർക്കും യേശുവിൻ്റെ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു പകലും കൂടെ, ഒരു സൺഡേയും കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താനും കർത്താവിനെ വാഴ്ത്തുവാനും ദൈവം തന്നത് വലിയ ഭാഗ്യമാണ്. നമ്മുടെ ജീവിതയാത്രയിൽ എത്രയോ പ്രതിസന്ധിയിൽ കൂടെ, പ്രതികൂലങ്ങളിൽ കൂടെ നമ്മളെല്ലാം കടന്നുപോയി. നമ്മുടെ ചുറ്റുപാടുകളിൽ തന്നെ നമുക്കറിയാൻ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ, അനർത്ഥങ്ങൾ വിവിധ ഇടങ്ങളിൽ നമ്മൾ കേട്ടു. എന്നാൽ അവിടെയെല്ലാം ദൈവം നമ്മളെ കരുതുകയും സൂക്ഷിക്കുകയും കാത്തു പരിപാലിക്കുകയും ചെയ്ത വലിയ കരുതലോർത്ത് ഒരു നല്ല ആമേൻ ടൈപ്പ് ചെയ്തിട്ട് ആമേൻ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്ന ആത്മീക ചിന്ത മാനസാന്തരത്തെക്കുറിച്ചാണ്. ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നെറ്റിൻ്റെ പ്രോബ്ലംസ് ഉണ്ടാകും, ഒരു പക്ഷേ കട്ടായി എന്നൊക്കെ വരാം. ഞാനിപ്പോഴും ആവർത്തിച്ച് പറയുന്നത് സൺഡേ ആരാധനയാണ്. ആരും ഓഫായാലും ഓഫ് ചെയ്തിട്ട് പോകരുത്. ഈ സമയത്തുള്ള ഫോൺ കോളുകൾ നിങ്ങൾ മ്യൂട്ട് ചെയ്യുക, അറ്റൻഡ് ചെയ്യരുത്. 1 മണിക്കൂർ സമയം വചനം ശ്രദ്ധിക്കുമ്പോൾ ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യരുത്. എല്ലാ ഫോണിലാണ് നിങ്ങൾ കൂടുന്നതെങ്കിൽ അത് കട്ട് ചെയ്യുക. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ശുശ്രൂഷക സംബന്ധിപ്പാൻ ദൈവം സഹായിക്കട്ടെ. ആമേൻ. പ്രിയ കർത്താവിൻ്റെ ദാസൻ, പ്രിയ ഷൈജു ബ്രദറിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. മറ്റ് ദൈവദാസന്മാരെല്ലാവരും ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു. ആമേൻ. എനിക്ക് എല്ലാവരെയും കാണാൻ കഴിഞ്ഞുകൂടാ. ആമേൻ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം വേദപുസ്തകത്തിലെ മാനസാന്തരം എന്നുള്ള ഭാഗത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. വിശുദ്ധ ബൈബിളിൽ അപ്പോസ്തലനായ പൗത്രോസിൻ്റെ 1-ാമത്തെ പ്രസംഗത്തിലെ ആദ്യ ഭാഗം, സഹോദരന്മാരായ പുരുഷന്മാരെ രക്ഷ പ്രാപിക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിൻ്റെ മറുപടി ആയിരുന്നു, നിങ്ങൾ മാനസാന്തരപ്പെടണം. സ്തോത്രം. അവിടുന്ന് നമ്മൾ തുടങ്ങി മാനസാന്തരം എന്നാൽ എന്താണ് എന്ന ഭാഗത്തിലേക്ക് ഒരു ഔട്ട്ലൈൻ പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയാണ്. മാനസാന്തരം എന്നാൽ എന്താണ് എന്ന ഭാഗത്തിലൂടെ നമ്മൾ കയറിപ്പോയി. ആമേൻ. മാനസാന്തരം എന്നാൽ എന്താണ്? ഒരു മനുഷ്യൻ കർത്താവിനെ അറിയും മുമ്പ്, ദൈവത്തെ കണ്ടെത്തുന്നതിന് മുമ്പ് ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്ന പാപങ്ങളെ അതിനെ ഓർക്കുകയും അതിനെക്കുറിച്ച് അനുതപിക്കുകയും അത് ഏറ്റുപറയുകയും എന്നേക്കുമായി ആ പാപത്തെ ഉപേക്ഷിക്കുന്നതിനെയാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന മാനസാന്തരം എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചു. അതിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ നമ്മൾ പോയി. മാനസാന്തരത്തിൻ്റെ പ്രാധാന്യത ഇത്രയ്ക്ക് വലുതാണോ, മാനസാന്തരം എന്ന് പറയുന്നതിൻ്റെ വിഷയം ഇത്ര വലുതാണോ എന്നുള്ളതിനെക്കുറിച്ച് നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു. അതിൽ പഴയ നിയമ പുസ്തകത്തിൽ മാനസാന്തരത്തിൻ്റെ പ്രാധാന്യത, ആഹ്വാനം എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയും പ്രാർത്ഥിക്കാനിടയായി. പുതിയ നിയമത്തിലേക്ക് കയറിയപ്പോൾ നമ്മുടെ യേശു കർത്താവിന്, പ്രാണപ്രിയനായ കർത്താവിന് വഴിയൊരുക്കാൻ വേണ്ടി വന്ന നമ്മുടെ പ്രാണപ്രിയനായ കർത്താവിന് വഴിയൊരുക്കാമെന്ന യോഹന്നാൻ സ്നാപകൻ്റെ പ്രസംഗ വിഷയം ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന് മാനസാന്തരം അനിവാര്യമാണ് എന്ന് യോഹന്നാൻ പ്രസംഗിച്ചു. യേശുവിനോട് അടുത്തു വരാൻ, യേശുവിനോട് കൂടെ ജീവിപ്പാൻ, യേശു ഒരുക്കുന്ന രാജ്യത്തിൽ എനിക്ക് നിങ്ങൾക്ക് പങ്കാളികളാകണമോ, മാനസാന്തരം അനിവാര്യമാണ് എന്ന് അവിടെ വായിച്ചു. ആമേൻ. അടുത്തത് യേശുവിൻ്റെ പ്രസംഗം. കർത്താവ് പ്രസംഗിച്ചപ്പോൾ കർത്താവിൻ്റെ പ്രസംഗ ഭാഗങ്ങളിലെല്ലാം കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭം തന്നെ ദൈവരാജ്യം സമീപിച്ചു ആകയാൽ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ കർത്താവ് ശുശ്രൂഷ ആരംഭിക്കുന്നത്. അടുത്തത് നമ്മൾ ചിന്തിച്ചത് ഇതാണ്, യേശു അയച്ച ശിഷ്യന്മാർ. കഴിഞ്ഞ ആഴ്ചകളിൽ ചിന്തിച്ചതാണ് യേശു അയച്ച ശിഷ്യന്മാർ, അല്ലെങ്കിൽ യേശു കർത്താവ് പറഞ്ഞയച്ച ആ ശിഷ്യഗണങ്ങൾ അവർ പോയിടങ്ങളിലെല്ലാം പ്രസംഗിച്ചത് മാനസാന്തരത്തെക്കുറിച്ചായിരുന്നു. അവരുടെ പ്രസംഗ വിഷയം മാനസാന്തരമായിരുന്നു. സ്തോത്രം. എന്ന് പറഞ്ഞാൽ അവരെ പ്രസംഗിക്കാൻ ദൈവം ബലമേൽപ്പിച്ചു, നിങ്ങൾ മാനസാന്തരം പ്രസംഗിക്കണം. എന്തിനാണെന്നറിയാമോ? അവിടെ വായിച്ചിട്ടുണ്ട്, മാനസാന്തരപ്പെടാകയാൽ നിങ്ങൾ അങ്ങനെ തന്നെ ഒരു നാശത്തിലേക്കും തകർച്ചയിലേക്കും പോകും. കർത്താവിൻ്റെ വരവിൽ യേശുവിനോടുകൂടെ എടുക്കപ്പെടാൻ നമ്മുടെ ജീവിതയാത്രയിൽ മാനസാന്തരം അനിവാര്യമാണ് എന്നുള്ളത് ശിഷ്യഗണങ്ങൾ 70 പേരും 12 പേരും ദൈവം നിയോഗിച്ച് അയച്ചവർ പ്രസംഗിച്ചതായി വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് കാണാൻ കഴിയുന്നു.
അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ അവസാനമായി ചിന്തിച്ചു. എമ്മോസിലേക്ക് പോകുന്ന ശിഷ്യന്മാർ, അവരോടും കർത്താവ് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നു. എന്താണ്? മാനസാന്തരത്തെക്കുറിച്ചാണ് അവിടെ വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത് എന്ന് നമുക്കവിടെ കാണാൻ കഴിയുന്നു. ജീസസ് എന്നാൽ മാനസാന്തരത്തെക്കുറിച്ചാണ് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത് എന്ന് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ അവിടെ മുന്നോട്ട് വരുമ്പോൾ അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ വരികയാണ്. യേശു ക്രിസ്തുവിൻ്റെ അടുത്ത ഭാഗം വേഗത്തിൽ വായിക്കാം. ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 47-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നു. സ്തോത്രം. ആമേൻ. ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം 47-ാമത്തെ വാക്യം വായിച്ചാട്ടോ. Jesus. Hallelujah. 47 വായിച്ചു കിട്ടിയില്ലേ? 24-ാം അധ്യായം 47-ാമത്തെ വാക്യം വായിക്കുന്നു. ഞാനിവിടെ വായിക്കാം. അവൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും. ശ്രദ്ധിക്കണേ, 24-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വാക്യം വായിച്ച് 24-47 ഇങ്ങനെ വായിക്കുന്നു. ഇവിടെ വായിക്കുന്നെങ്കിൽ അവിടെ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. പിന്നെ 44-ാം വാക്യത്തോട് വായിക്കുന്നു. പിന്നെ അവൻ അവരോട്, ഇതാകുന്നു നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്, മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകത്തിലും സങ്കീർത്തനങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണം. നമ്മുടെ വിഷയം മാനസാന്തരമാണെങ്കിലും ഇത് വായിച്ച കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം ബോധ്യപ്പെടുത്തട്ടെ. യേശുവിനെ കുറിച്ച് നമ്മൾ എല്ലാ പുസ്തകങ്ങളിലും യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് നിവൃത്തിയാകണം. അപ്പം കർത്താവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് പുതിയ നിയമ പുസ്തകത്തിൽ മാത്രമല്ല, പഴയ നിയമ പുസ്തകത്തിലെ ഇവിടെ വായിക്കുന്ന മോശയുടെ ന്യായപ്രമാണത്തിൽ യേശുവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. നമ്മൾ എന്താണ് ന്യായപ്രമാണ പുസ്തകം വ്യാഖ്യാനിച്ച് പഠിക്കുന്നതിന് പുറകിലെ കാരണം? ന്യായപ്രമാണത്തിൻ്റെ ഉപദേശങ്ങൾ പുതിയ നിയമസഭയ്ക്ക് ബാധകമല്ല. പക്ഷേ ന്യായപ്രമാണ പുസ്തകത്തിൽ യേശുവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് എന്ന് യേശു പറയുന്നു. ആമേൻ. ന്യായപ്രമാണ പുസ്തകം ഏതാണ്? പഴയ നിയമത്തിലെ പഞ്ചഗ്രന്ഥങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ യേശുവിനെ കുറിച്ച് കാണാം. എന്ത് കാണാം? അവൻ മാനവജാതിയുടെ പാപപരിഹാരത്തിനു വേണ്ടി അറുക്കപ്പെടാൻ പോകുന്ന കുഞ്ഞാടിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകം മുതൽ 5 പുസ്തകങ്ങളിനകത്തും വളരെ സ്പഷ്ടമായി വ്യാഖ്യാനിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു കാര്യം ഉറപ്പാണ്, അവിടെ യേശുവിനെ കുറിച്ച് ന്യായപ്രമാണത്തിൽ എഴുതിയിട്ടുണ്ട്. ആമേൻ. ഇനി മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മൾ വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ പഴയ നിയമ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന യഹോവയായ ദൈവമാണ് പുതിയ നിയമത്തിലെ യേശു എന്നുള്ളത് നമ്മൾ മറന്നു കളയരുത്. ആമേൻ. പഴയ നിയമ പുസ്തകത്തിലെ യഹോവ തന്നെയാണ് പുതിയ നിയമ പുസ്തകത്തിലെ യേശു. ആമേൻ. യെശയ്യാ പ്രവചനം 40-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണാൻ കഴിയുന്നു, യേശു ക്രിസ്തുവിന് അല്ലെങ്കിൽ യഹോവയ്ക്ക് കേൾപ്പിൻ, ഒരുത്തൻ വിളിച്ചു പറയുന്നു, യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ. എന്നാൽ പുതിയ നിയമത്തിൽ മത്തായി സുവിശേഷം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെ കാണാൻ കഴിയുന്നു, അവൻ യേശുവിന് വഴിയൊരുക്കുവനെന്ന് യെശയ്യാ പ്രവാചകൻ വിളിച്ച് പറഞ്ഞവൻ ഇവൻ തന്നെ. അപ്പോൾ യോഹന്നാൻ വന്നത് യേശുവിന് വഴിയൊരുക്കാനാണ്. അതുകൊണ്ട് പഴയ നിയമത്തിലെ യേശുവും പുതിയ നിയമത്തിലെ യേശുവും പഴയ നിയമത്തിൽ പ്രവാചക പുസ്തകത്തിൽ കാണുന്ന യഹോവയും രണ്ടും രണ്ടല്ല, രണ്ടും ഒന്നാണ് എന്നുള്ളത് നമ്മൾ മറന്നു കളയരുത്. ഞാൻ വേഗത്തിൽ വരുന്നു. ഇവിടെ വായിക്കുന്നു, മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും. പ്രവാചക പുസ്തകത്തിൽ നമ്മുടെ യേശുവിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അത് യെശയ്യാ പ്രവചനത്തിലാണ് വായിക്കുന്നത്. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും, അല്ലേ? ആധിപത്യം അവൻ്റെ ചുമലിലിരിക്കും. അപ്പോൾ കന്യക ഗർഭിണിയായി പ്രസവിക്കപ്പെട്ടത് യേശുവാണ്. അങ്ങനെയാണെങ്കിൽ പഴയ നിയമ പുസ്തകത്തിൽ പറയപ്പെട്ട ആ പ്രവാചക പുസ്തകത്തിൽ നമ്മുടെ യേശുവിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ സങ്കീർത്തനങ്ങളിലും
എന്നെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. വേഗത്തിൽ മനസ്സിലാക്കാൻ കഴിയും. 22-ാം സങ്കീർത്തനം യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവങ്ങളിൽ യേശു കർത്താവ് വിളിച്ചു പറഞ്ഞ അതേ വാക്കുകളാണ് അവൻ 22-ാം സങ്കീർത്തനത്തിൽ കാണാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ യേശു പറയുന്നു, മറ്റൊരുപാട് തെളിവുകളുണ്ട്, ഞാൻ വേഗം മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന സങ്കീർത്തന പുസ്തകങ്ങളിലും എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. യേശു പറഞ്ഞ കാര്യമാണ്. അപ്പൊ യേശുവിനെ കുറിച്ച് പ്രവചന പുസ്തകത്തിലുണ്ട്, ന്യായപ്രമാണത്തിലുണ്ട്, സങ്കീർത്തന പുസ്തകങ്ങളിലുണ്ട്. അതുകൊണ്ട് ന്യായപ്രമാണ പുസ്തകം വായിക്കണ്ട, അവൻ അത് നോക്കണ്ട, അല്ലെങ്കിൽ അതിൻ്റെ ഉപദേശത്തിൻ്റെ പിന്നാലെയല്ല അവൻ പ്രവചന പുസ്തകത്തിനകത്തൂടെ ഒന്നും പഠിക്കണ്ട അവൻ, അല്ലെങ്കിൽ സങ്കീർത്തനങ്ങളൊന്നും പഠിക്കുകയേ വേണ്ട എന്ന് ആരെങ്കിലും ഒരു ഉപദേശം കൊണ്ടുവന്നാൽ ആമേൻ പറഞ്ഞേക്കരുത്. അത് യേശുവിൻ്റെ ഉപദേശത്തിന് നേരെ വിപരീതമാണ്. യോഹന്നാൻ പറയുന്നു, യേശു കർത്താവ് നമ്മളെ പഠിപ്പിച്ച ഉപദേശത്തിന് വിരുദ്ധമായി ആരെങ്കിലും ഒരാൾ എഴുന്നേറ്റാൽ നിങ്ങൾ അവരുമായിട്ട് എന്തിനു പോകരുത്? ഒരു സമ്പർക്കത്തിനും പോകരുത്. അതുകൊണ്ട് അത് യേശുവിൻ്റെ പ്രമാണത്തിൻ്റെ ഉപദേശത്തിന് നേരെ വിപരീതമാണ്. ഞാൻ ചിന്തയിലേക്ക് വേഗത്തിൽ വരട്ടെ. അങ്ങനെ കർത്താവ് പറയുന്നു, എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ എന്ന് പറഞ്ഞ് തിരുവെഴുത്തുകൾ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. അപ്പൊ തിരുവെഴുത്ത് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ കർത്താവ് നമ്മുടെ ബുദ്ധിയെ തുറക്കണം. കർത്താവ് ബുദ്ധി തുറക്കാതെ നമുക്ക് തിരുവെഴുത്തുകളെ കുറിച്ച് അറിയാൻ കഴിയുകയില്ല. നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ അറിവ് കൊണ്ടോ നമ്മുടെ ജ്ഞാനം കൊണ്ടോ ഒരിക്കലും തിരുവെഴുത്ത് അറിയാൻ കഴിയുകയില്ല. തിരുവെഴുത്ത് അറിയണമെങ്കിൽ ദൈവം ബുദ്ധി തുറക്കണം. ആമേൻ. നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസ് പ്രസംഗിക്കാൻ പോയി. പൗലോസ് ആമേൻ എന്താ പറയുക, പ്രസംഗിക്കാൻ വേണ്ടി ചെന്നിട്ട് അവൻ കരയിൽ ഒരു കടൽക്കരയിൽ പൗലോസ് പ്രസംഗിക്കുന്ന സമയം അവിടെ കൂടി വന്ന ഒത്തിരി പേരുണ്ടായിരുന്നു. ആ കൂടി വന്ന കൂട്ടത്തിൽ അവൻ പലരും പ്രസംഗം കേട്ടു. പക്ഷെ ഒരാളുടെ ഹൃദയം മാത്രം ദൈവം തുറന്നു എന്നവിടെ വായിക്കുന്നു. അവൻ പൗലോസിന്റെ പ്രസംഗം വിശ്വസിക്കുമാറ് ദൈവം ഹൃദയം തുറന്നൊരു സഹോദരിയെ കുറിച്ച് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇന്ന് രാത്രിയിലും തിരിച്ചറിയുക, ഇന്ന് പകലിലും തിരിച്ചറിയുക. ഈ സഭായോഗത്തിന്റെ മധ്യത്തിൽ ആയിരിക്കുന്നിടത്ത് ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ പ്രമാണം തിരിച്ചറിയാൻ എനിക്കോ നിങ്ങൾക്കോ കഴിയാതെ പോകുന്നെങ്കിൽ സത്യമായി രചിക്കപ്പെട്ട വേദപുസ്തകത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ തുറന്നു കിട്ടുവാൻ എൻ്റെ നിങ്ങളുടെ കണ്ണുകളിൽ പലപ്പോഴും ഉടക്കിയിട്ടും ഹൃദയത്തിന്റെ ദൃഷ്ടികൾ അതിനെ അംഗീകരിക്കാനോ സ്വീകരിക്കാനോ അനുവദിക്കാത്ത വിധത്തിൽ ഒരു തടസ്സമുണ്ടെങ്കിൽ ഈ പകൽ ദൈവത്തോട് നെഞ്ചത്ത് കൈവച്ചു പറയണം, എൻ്റെ ദൈവമേ, തിരുവെഴുത്ത് തിരിച്ചറിയാൻ എൻ്റെ ബുദ്ധിയെ തുറക്കണമേ. ആമേൻ. തിരുവെഴുത്തുകളെ തിരിച്ചറിയുവാൻ കർത്താവിന്റെ ബുദ്ധി തുറന്നു. ദൈവം ബുദ്ധി തുറക്കാതെ ആർക്കും തിരിച്ചറിയാൻ കഴിയില്ല. ഞാൻ ഒരു കാര്യം പറയാം, എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കും. എന്തിനു പ്രാർത്ഥിക്കുന്നറിയാമോ? നമ്മുടെ പ്രാർത്ഥന വിഷയമാണ്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല ബുദ്ധി കൊടുക്കണേ. എന്തിന്? സ്കൂളിൽ ഏറ്റവും ടോപ്പ് മാർക്ക് വാങ്ങിക്കാൻ ബുദ്ധി കൊടുക്കണേ എന്ന് ആത്മാർത്ഥമായി ഞാനും പ്രാർത്ഥിക്കും. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളാണ് നമ്മൾ ഓരോരുത്തരും. ഞാൻ ചോദിക്കട്ടെ, എന്തെങ്കിലും ഒരു ദിവസം നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ എൻ്റെ കുഞ്ഞിൻ്റെ ബുദ്ധി തിരുവെടുത്ത് തിരിച്ചറിയാൻ തുറക്കപ്പെടണേന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ആമേൻ. അത് നമ്മൾ പ്രാർത്ഥിച്ചിട്ടില്ല. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുകയില്ല. അറിഞ്ഞാൽ പോലും നമ്മളത് മറന്നു കളയുകയാണ്. പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കുക, എൻ്റെ കുഞ്ഞിൻ്റെ ബുദ്ധി തിരുവെടുത്ത് തിരിച്ചറിയാൻ തുറക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണ്. ഞാൻ ഇന്നലെ ഒരു അനുഭവ സാക്ഷ്യം കേട്ടു. ട്രിവാൻഡ്രത്തുള്ള ഒരു സഹോദരൻ്റെ അനുഭവ സാക്ഷ്യം. അദ്ദേഹത്തിന് രണ്ട് കണ്ണില്ല. ഒരു ഹൈന്ദവ കുടുംബത്തിൽ അദ്ദേഹം ജനിച്ചു. അങ്ങനെ ജനിച്ച് ഹൈന്ദവ മാതാപിതാക്കളാൽ ജീവിച്ചു വളർന്ന ഒരു മനുഷ്യൻ. പി ജി വർഗീസ് അങ്കിളിൻ്റെ ഒരു പ്രോഗ്രാമിൽ അദ്ദേഹം ടെസ്റ്റ് മണി പറയുന്നത് ഞാൻ നേരിട്ട് ഇതിനകത്ത് എൻ്റെ ഫോണിനകത്ത് കിടപ്പുണ്ട്, ഞാൻ കേട്ടിട്ടാണ് പറയുന്നത്. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞ അദ്ദേഹത്തിന് രണ്ട് കണ്ണുകളും കാഴ്ചയില്ല. എല്ലാം ജീവിതത്തിൽ അപ്പനമ്മ എന്ത് ചെയ്യുന്ന അറിഞ്ഞുകൂടാ. ഒരു കുഞ്ഞ് ജനിച്ചു. അങ്ങനെ ഈ കുഞ്ഞിനെ കൊണ്ട് പലയിടങ്ങളിൽ പോയി, പല രോഗങ്ങളുണ്ടായിരുന്നു. ഞാൻ ഓടിച്ചു പറയുക. അങ്ങനെ അവസാനം പഠിക്കാൻ പ്രായമായപ്പോൾ ഈ കൊച്ചിനെ ഒരു പഠിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവിട്ടപ്പോൾ അവർ പറഞ്ഞത്, ചോക്ക് കൈകൊണ്ട് പിടിക്കാൻ പോലും പറ്റാത്ത ഇവനെ എങ്ങനെ പഠിപ്പിക്കാനാണെന്നും പറഞ്ഞ് അങ്ങനെ വളരെ നിരാശയോടെ മാതാപിതാക്കളായി.
വളരെ വേദനിച്ച് വളരെ പ്രയാസപ്പെട്ട് മാതാപിതാക്കളെ കുഞ്ഞിനെ വളർത്തി. അങ്ങനെ ഇരിക്കുമ്പോൾ 2 സുവിശേഷകന്മാർ അവരെ വീട്ടിൽ വന്ന് സുവിശേഷം അറിയിച്ചു. അവർ ആ ദൈവവചനം കേട്ടു. രക്ഷിക്കപ്പെടാനും വിശ്വാസത്തിൽ ജീവിപ്പാനും ഒരു മനസ്സ് മാതാപിതാക്കൾക്കുണ്ടായി. അവർ നിരന്തരമായി പ്രാർത്ഥിക്കും. അങ്ങനെ കണ്ണ് കാണാത്തവരുടെ സ്കൂളിൽ ആ കുട്ടിയെ വിട്ടു പഠിപ്പിക്കാൻ തുടങ്ങി. സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത്, പിന്നീട് കുറെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ കണ്ണ് കാണുന്ന നോർമൽ സ്റ്റുഡൻസിനോടുകൂടെ അദ്ദേഹം പഠിച്ചു. ഇന്നലെ അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം കേട്ടപ്പോൾ എന്നെ വളരെ അത്ഭുതപ്പെടുത്തിയത്, യേശുവിൻ്റെ പിന്നാലെ ജീവിച്ചു കർത്താവിന് വേണ്ടി ജീവിതയാത്ര ചെയ്യുന്ന ആ മനുഷ്യൻ ഇന്ന് ബാംഗ്ലൂരിലുള്ള ഏതോ ഒരു കമ്പനിയുടെ പേര് പറഞ്ഞു. അവൻ ഒരു കമ്പനിയുടെ 5000 പേര് ജോലി ചെയ്യുന്ന സ്റ്റാഫുകളുള്ള ഒരു കമ്പനിയുടെ ലീഗൽ അഡ്വൈസറാണ് ഈ കണ്ണു കാണാത്ത കുരുടനായ മനുഷ്യൻ. കോട്ടയ്ക്കിട്ട് അദ്ദേഹം സാക്ഷ്യം പറയുന്നു. അദ്ദേഹം LLB കഴിഞ്ഞു, എല്ലാം പഠിച്ചു. ഞാൻ ബുദ്ധിയെ ദൈവം തുറന്നു. ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം, നമ്മൾക്കാർക്കും ഇല്ലാത്തൊരു വെളിപ്പാട്, ചിന്ത, ഒരു ആലോചന മാതാപിതാക്കൾക്കുണ്ടായിരുന്നു. എന്താ അവർ പ്രാർത്ഥിച്ചു, ദൈവമേ എൻ്റെ കുഞ്ഞിൻ്റെ ബുദ്ധി തുറക്കണമേ. എന്തിനാ തുറന്നത്? തിരുവെഴുത്തുകളെ തിരിച്ചറിയാൻ കുഞ്ഞുങ്ങളുടെ ബുദ്ധി തുറക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുക. അതാണ് ഏറ്റവും ജീവിതത്തിൽ ആവശ്യം. ലോകത്തിൽ എന്തെല്ലാം നമ്മുടെ മക്കൾക്ക് കൊടുത്താലും യേശുവിനെ കൊടുക്കുന്നില്ലെങ്കിൽ, ജീവിക്കുന്ന ദൈവത്തെ നമ്മൾ അവർക്ക് കൊടുക്കുന്നില്ലെങ്കിൽ, ഈ ലോകത്തിലെ ജീവിതാവസാനത്തിന് ശേഷം നിത്യമായൊരു തുറമുഖം ദൈവം തന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട്. ആ വാസ ജീവിതം അവർക്ക് അറിയാതെ പോകും. ഇവിടെ പറയുന്നു, തിരുവെഴുത്തുകളെ അറിയാൻ കർത്താവ് ബുദ്ധി, ഞാൻ വേഗത്തിലോടി വരട്ടെ, തിരുവെഴുത്തുകളെ അറിയാൻ കർത്താവിന്റെ ബുദ്ധിയെ തുറന്നു എന്ന് നമുക്ക് നമ്മുടെ ചിന്തയിലേക്ക് വരാം. അവിടെ കാണാൻ കഴിയുന്നു. എന്നിട്ട് അടുത്ത ഭാഗത്ത് ഇങ്ങനെ വായിക്കുന്നു, ക്രിസ്തു കഷ്ടമനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും, എന്നിട്ട് പറയുന്നു, അവന്റെ നാമത്തിൽ പാപമോചനവും മാനസാന്തരവും യെരുശലേം തുടങ്ങി സകല ജാതികളിലും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. അപ്പൊ യേശുവിൻ്റെ അന്ത്യകൽപ്പനയാണ് നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം. ഇതാണ് 5-ാമത്തെ കാര്യം. യേശു കർത്താവിൻ്റെ അന്ത്യകൽപ്പനയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. യേശു കർത്താവ് തൻ്റെ അന്ത്യകൽപ്പനയിൽ കർത്താവ് പറയുന്നു, എന്താ യേശു പറയുന്നത്? അവൻ നിങ്ങൾ മാനസാന്തരം പ്രസംഗിക്കണം. യേശു തൻ്റെ അപ്പോസ്തലന്മാരെ വിളിച്ച് കർത്താവ് സ്വർഗാരോഹണം ചെയ്യും മുമ്പ് തൻ്റെ ശിഷ്യന്മാരോട് പറയുക, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അവസാനമായിട്ട് പ്രസംഗിക്കേണ്ടത് എന്താണ്? നിങ്ങൾ എന്ത് ചെയ്യണം? യേശുവിൻ്റെ നാമത്തിൽ മാനസാന്തരമുണ്ട് എന്ന് പ്രസംഗിക്കണം. അപ്പം മാനസാന്തരം, പാപമോചനവും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാത്രമേ ഉള്ളൂ. ബൈബിളിൽ നമ്മളെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു, യേശുവിൻ്റെ നാമത്തിലാണ് മാനസാന്തരവും, യേശുവിൻ്റെ നാമത്തിലാണ് പാപമോചനവും എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? സകല ജാതികളോടും പ്രസംഗിക്കണം. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവം തൻ്റെ ശിഷ്യഗണത്തോട് അന്ത്യമായി കൊടുത്ത കൽപ്പനയാണ് എന്ത്? നിങ്ങൾ മാനസാന്തരം പ്രസംഗിക്കണം. അതുകൊണ്ട് മാനസാന്തരത്തിന് വളരെ പ്രാധാന്യതയുണ്ട്. 6-ാമത്തെ കാര്യത്തിലേക്ക് നമ്മൾ വരികയാണ്. 6-ാമത്തെ കാര്യം, ആമേൻ, വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 38-ാമത്തെ വാക്യം. വായിച്ചാണ്. രണ്ടിന് 38 ഞാൻ അവിടെ വായിക്കുന്നു. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ടു പത്രോസിനോടും ശേഷം അപ്പോസ്തലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞു, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെടണം. എന്തിന്? അവിടെ വായിക്കുന്നു, നിങ്ങളുടെ, അവിടെ പറയുക 2:38 ഇങ്ങനെ വായിക്കുന്നു, അവരുടെ ആദ്യമ നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാരുടെ സന്ദേശം, സ്ലീഹന്മാരുടെ സന്ദേശം. അപ്പോസ്തലന്മാർ പ്രസംഗിക്കുമ്പോൾ
പ്രാരംഭത്തിൽ പറയുന്ന സന്ദേശം നോക്കിക്കേ. ചോദ്യത്തിൻ്റെ ഉത്തരം തുടക്കം തന്നെ മാനസാന്തരമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പ്രാധാന്യത ഒന്നുകൂടെ വർദ്ധിക്കുക. ഇനി 3-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിലേക്ക് നോക്കിക്കേ. 3-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തിയിൽ അപ്പോസ്തലന്മാർ പ്രസംഗിക്കുമ്പോൾ 3-ാം അധ്യായം അതിന് 19-ാം വാക്യത്തിൽ എന്താ കാണുന്നത്? ദൈവമോ ആകയാൽ നിങ്ങൾ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. അപ്പോൾ ആദിമ നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാരുടെ പ്രസംഗ വിഷയമാണ് നിങ്ങൾ മാനസാന്തരപ്പെടണം. എന്തിനാന്നുള്ളത് നമ്മൾ താഴോട്ട് ചിന്തിക്കും. നിങ്ങൾ മാനസാന്തരപ്പെടണം. അപ്പോൾ അപ്പോസ്തലൻ ശ്രദ്ധിച്ച് കേൾക്കുക. യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗ വിഷയമായിരുന്നു. യോഹന്നാൻ സ്നാപകൻ ജനത്തെ ഉപദേശിച്ചത് മാനസാന്തരപ്പെടാനാണ്. യേശു ജനത്തെ ഉപദേശിച്ചത് മാനസാന്തരപ്പെടാനാണ്. അവൻ കർത്താവിനാൽ വിളിച്ചിറക്കപ്പെട്ട ശിഷ്യഗണങ്ങൾ ഉപദേശിച്ചത് മാനസാന്തരപ്പെടാനാണ്. അവൻ യേശു ക്രിസ്തുവിൻ്റെ അന്ത്യകൽപ്പന മാനസാന്തരപ്പെടാനായിരുന്നു. അതുകൂടാതെ പുതിയ നിയമത്തിൽ നമ്മൾ വായിച്ചു, ആദിമ അപ്പോസ്തലന്മാർ നമ്മളെ പഠിപ്പിച്ചത് മാനസാന്തരപ്പെടാനാണ്. മാനസാന്തരപ്പെടാതെ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, മാനസാന്തരത്തിന് 3 പടികളുണ്ട്. 1, ഒരുത്തൻ മാനസാന്തരപ്പെട്ടു. 2, മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. 3, മാനസാന്തരപ്പെടും. ആമേൻ. അതിന് റോമാലേഖനത്തിൽ 3 ചിന്തകളാണ് വചനം പറയുന്നത്. 1, ഒരു മനുഷ്യൻ നീതീകരിക്കപ്പെടുക. മറ്റൊന്ന് വിശുദ്ധീകരണം. വിശുദ്ധീകരണത്തിൻ്റെ പാതയിൽ ജീവിക്കുക. നീതീകരിക്കപ്പെട്ട മനുഷ്യൻ വിശുദ്ധീകരണത്തിൻ്റെ പാതയിലാണ് പോകുന്നത്. അതിൻ്റെ പ്രത്യേകത, ദിവസവും നമ്മൾ മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കുക. ജീവിതത്തിൽ കുറവുകൾ വരും, ജീവിതത്തിൽ വീഴ്ചകൾ സംഭവിക്കാം. കുറവിൻ്റെ പിന്നാലെ പോകണമെന്നല്ല എൻ്റെ അർത്ഥം. ജീവിതത്തിലെ അനുദിന ജീവിതത്തിൽ സംഭവിക്കുന്ന കൊച്ചു കൊച്ചു കുറവുകൾ പോലും ദൈവത്തോട് അനുദിനവും ഏറ്റുപറഞ്ഞ് കാൽവറി രക്തം കൊണ്ട് കഴുകൽ പ്രാപിച്ച് സൂര്യൻ അസ്തമിക്കും വരെ ദൈവകോപത്തിന് ഇട കൊടുക്കാതെ, അവൻ സൂര്യൻ അസ്തമിക്കും മുമ്പ് തന്നെ ദൈവത്തോട് കഴുകൽ പ്രാപിച്ച് വിശുദ്ധിയോടെ ജീവിക്കുക. മാനസാന്തരത്തിൽ അനുദിനവും ജീവിക്കണം. ആമേൻ. അല്ലാതെ നമ്മൾ ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കണം. നമ്മുടെ ആളുകൾക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു പരാജയം, ഇവിടെ കുന്നംകുളത്തുകാർ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, സ്നാ വന്നാൽ പിന്നെ സ്നേ പോയി എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാമായി. അന്യഭാഷയും കൂടെ പറയാൻ തുടങ്ങിയാൽ പിന്നെ പറയുകയും വേണ്ട. 2 പ്രവചനം കേൾക്കാൻ തുടങ്ങിയാൽ പറയുകയും വേണ്ട. അതോടുകൂടെ ജീവിതം പൂർണ്ണമായി വിശുദ്ധിയില്ല. പിന്നെ എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ല. ആമേൻ. കള്ളു കുടിക്കരുത്, പെണ്ണ് പിടിക്കരുത്, ഇത് മാത്രമേ നമ്മുടെ ലിസ്റ്റിൽ പാപമുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് ഓക്കെയാണ്. ഹൃദയത്തിൻ്റെ വിശുദ്ധിക്ക് ലെവലേശം പോലും പ്രാധാന്യം കൊടുക്കാതെ ഹൃദയം അശുദ്ധിയുടെ എന്താ പറഞ്ഞ കുമിളകൾക്കകത്തിട്ട് കൊടുത്തിട്ട് നമ്മൾ അകത്ത് അഭിനയിക്കുന്നതല്ല വിശുദ്ധിയുടെ ജീവിതം. വിശുദ്ധിയുടെ ജീവിതം എന്ന് പറയുന്നത് യേശു കർത്താവ് എനിക്കും നിങ്ങൾക്കും നൽകിയ ജീവിതയാത്രയിൽ കുറവുകൾ സംഭവിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ അവൻ്റെ മുൻപിൽ നെടുമ്പാടുവിടെ നിലവിളിക്കണം. എന്നിട്ട് എന്നേക്കുമായി ആ പാപത്തെ വിട്ട് ഉപേക്ഷിച്ച് വിശുദ്ധിയുടെ പാതയിൽ തുടരുവാൻ ശ്രമിക്കണം. ഒരാമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. അവിടെയാ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്, ദൈവം നമ്മളെ അവിടെയാ മാനിക്കുന്നത്. അല്ലാതെ നമ്മൾ ആ വീണെടുത്ത് അല്ലെങ്കിൽ ആ ചെയ്ത പാപത്തിനകത്ത് അവിടെ കിടന്നിട്ട് അതിന് ഏദൻ തോട്ടത്തിലെ പോലെ മറ്റുള്ളവരെ പടിയേറുകയല്ല, അതിനകത്തുനിന്ന് എഴുന്നേൽക്കുക, യേശുവിന് വേണ്ടി നിൽക്കാൻ, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പാൻ കർത്താവിൻ്റെ പാതയിൽ നമ്മൾ പിന്തുടരണം. അവിടെ വായിക്കുന്നു, യേശു കർത്താവ് ശിഷ്യന്മാരുടെ അപ്പോൾ വിശുദ്ധീകരണത്തിൻ്റെ പാതയുണ്ട്. ഈ വിശുദ്ധീകരണത്തിൻ്റെ പാതയിൽ ജീവിക്കുന്നവരാണ് തേജസ്വീകരണത്തിലേക്ക് എത്തുന്നത്, അല്ലാതെ ആരുമല്ല. ആമേൻ. വിശുദ്ധീകരണത്തിൻ്റെ പാതയിൽ ജീവിച്ച് ഈ ഭൂമിയിലെ ജീവിതം അവസാനിച്ചാൽ, അല്ലാതെ ഭൂമിയിൽ വെച്ച് നമുക്ക് ചെയ്യാൻ കഴിയാവുന്നതൊക്കെ ചെയ്ത് എന്ത് ബോധ്യപ്പെട്ടിട്ട് അത് അനുസരിക്കുകയോ അംഗീകരിക്കുകയോ ക്രമീകരണം വരുത്തുകയോ ചെയ്യാതെ കണ്ണടച്ചിരുട്ടാക്കി ആത്മീയരാൻ അഭിനയിച്ച് അന്ത്യം വരെ എത്തുന്നവർക്ക് വേണ്ടി ഉള്ളതല്ല. തേജസ്വീകരണം അല്ലെങ്കിൽ സ്വർഗമെന്ന് പറയുന്നത് അത് ഈ വിശുദ്ധീകരണത്തിൻ്റെ പാതയിൽ ക്രമീകരിക്കപ്പെട്ടിരിക്കണം.
ആമേൻ. ആരോടല്ല? ദൈവത്തോട്, മനുഷ്യരോട് കുറ്റമില്ലാത്ത മനസാക്ഷി. എന്ത് ചെയ്താലും ഒരു കുറ്റബോധം ഇല്ലാത്തവരും ഉണ്ട്. കുറ്റമില്ലാത്തെന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഒപ്പിച്ചാലും ഒരു കുറ്റബോധം ഇല്ലാത്തവരും ഉണ്ട്. അത് കുറ്റബോധം ഇല്ലാത്തതകത്ത് പരിശുദ്ധാത്മാവില്ലാത്തത് കൊണ്ടാണ്. തെറ്റിനെ ന്യായീകരിക്കാൻ പല മാർഗങ്ങളും പല ന്യായങ്ങളും അവതരിപ്പിക്കുന്നവരുണ്ട്. അത് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് എന്തില്ല? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവതിയെക്കുറിച്ചും ബോധ്യം വരുത്തുന്ന പരിശുദ്ധാത്മാവ് അകത്തുണ്ടെങ്കിൽ അവൻ കുത്തിക്കൊണ്ടിരിക്കും. ആമേൻ. എന്ത് ചെയ്തിട്ട് ഒരു കുറ്റബോധം ഇല്ല. അതിൻ്റെ അർത്ഥം ദൈവം നമ്മുടെ കൂടെ ഇരിക്കും. അയ്യോ എനിക്ക് മനസാക്ഷി ഭയങ്കര ഓക്കെയാന്നല്ല അതിൻ്റെ അർത്ഥം. ജീവിതം ഒന്ന് ശോധന ചെയ്ത് നോക്കിയിട്ട് കുറ്റബോധം തോന്നുന്നില്ലെങ്കിൽ നമ്മൾ പറയണം. അതിൻ്റെ അർത്ഥം കുറ്റബോധത്തിൽ എന്നും ജീവിക്കാനല്ല. ആമേൻ. തിരിച്ചറിവുണ്ടാകണം. അതാണ് വിശുദ്ധീകരണത്തിൻ്റെ പാത. ഒക്കെ ഞാൻ മടങ്ങി വരുന്നു. അവരാണ് തേജസ്വീകരണത്തിലേക്ക് കയറുന്നത്, മാനസാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കുക. ഇവിടെ നമ്മൾ ചിന്തിച്ചത് അതാണ്. അപ്പോൾ അപ്പോസ്തലന്മാരുടെ പ്രസംഗ വിഷയമായിരുന്നു. ആമേൻ. 1-2 വാക്യങ്ങൾ വായിക്കുക ബോധ്യപ്പെടാൻ വേണ്ടി. ആമേൻ. 5-ാം അധ്യായത്തിന് 30-ാം വാക്യം. ആമേൻ. ഒന്ന് വേഗം എടുത്ത സഹോദരന്മാരെ ഇവിടെ ഒന്ന് മറിച്ച് നോക്കാം. 5-ന്റെ 30-ാമത്തെ വാക്യം. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. യഹൂദന്മാർ യേശുവിനെ മരത്തിൽ തൂക്കിക്കൊന്നു. ശാപമരണം, നമ്മുടെ പാപത്തിൻ്റെ ശാപത്തിൻ്റെ മരണം യേശു വഹിച്ചല്ലോ. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. അടുത്ത് വായിക്കുന്നു, ഇസ്രായേലിന് മാനസാന്തരവും. അന്നത്തെ ദൈവജനമായിരുന്നു ഇസ്രായേൽ മക്കള്. അവർ പറഞ്ഞു ഞങ്ങൾക്ക് മാനസാന്തരത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ലെന്നാ അവരുടെ അഭിപ്രായം, ഇന്നത്തെ ചില ആളുകളെ പോലെ. ആമേൻ. ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും നൽകുവാൻ ദൈവം അവനെ പ്രഭുവായും രക്ഷിതാവായും തൻ്റെ വലം കൈയാൽ ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നു. അപ്പോ ഇവിടത്തെ വിഷയം എന്താ? ഇസ്രായേലിന് മാനസാന്തരവും പാപമോചനവും വേണം. അപ്പൊ അടുത്ത വിഷയമെന്ന് പറയുന്നത് അന്നത്തെ അപ്പോസ്തലന്മാർ പറയുന്നു, അടുത്ത പ്രസംഗത്തിലും അവർ പറയുന്ന മാനസാന്തരപ്പെടണം തന്നെയാണ്. ഇനി ഒരു വാക്യം കൂടെ വായിച്ചിട്ട് ജാതികളുടെ ഇടയിൽ എന്താ സംഭവിച്ചത്? അവൻ അടുത്തൊരു വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ വേഗത്തിൽ പോകാം. 8:22 വരുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. 8-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യത്തിൽ ഷണ്ണനെ കുറിച്ച് അവിടെ കാണാം. 22 ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായക കൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് പങ്ക് ഓഹരിയുമില്ല. നമുക്ക് ഇവിടുത്തെ വിഷയങ്ങൾ അറിയാം, പിന്നീട് വായിച്ചാൽ മതി. അപ്പോൾ നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ല. ഒരുത്തന് അവിടെ വന്നിട്ട് പറയുക, പത്രോസ് അത്ഭുതവും അടയാളവും വീര്യപ്രവൃത്തിയെല്ലാം ചെയ്യുന്നത് കണ്ടപ്പോൾ അനന്തരം യെരൂശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമര്യർ ദൈവോധനം കൈക്കൊണ്ടു എന്ന് കേട്ട് പത്രോസിനെ യോഹന്നാനെയും അവരുടെ അടുക്കൽ അയച്ചു. അവർ ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവരുടെ മേൽ പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. അന്നുവരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. സ്നാനപ്പെട്ടവരായിരുന്നു, പക്ഷെ ആത്മാവ് വന്നിട്ടുണ്ടായിരുന്നില്ല. ആമേൻ. അങ്ങനെ ബൈബിളിൽ വാക്യം. അപ്പോൾ അവരെന്ത് ചെയ്തു? പരിശുദ്ധാത്മാവിനെ ലഭിക്കേണ്ടതിന് അവരെ കൈവയ്ക്കാൻ പത്രോസും വന്ന് കൈവയ്ക്കുകയായിരുന്നു. അവിടെ വായിക്കുന്നു, അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കാൻ അവരുടെ മേൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അന്ന് വരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. ആമേൻ. ചില ആൾക്കാർക്ക് ചോദ്യമുണ്ട്, ഉപദേശിമാര് കൈവയ്ക്കണോ ആത്മാവ് വരാണെന്ന്. ചിലരെ കൈവച്ചെങ്കിലേ വരൂ. അത് ഞങ്ങളുടെ കുഴപ്പമല്ല, വേറെ ആരുടെയും കുഴപ്പമല്ല. വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ചിലര് പരിശുദ്ധാത്മാവ് ശിമയോൻ പ്രസംഗിച്ച ശമരിയിൽ പ്രസംഗിക്കാൻ വന്ന ഉപദേശി പ്രസംഗിച്ചിട്ട് പോലും, ഫിലിപ്പോസ് പ്രസംഗിച്ചിട്ട് പോലും അവരുടെ മേലെന്താ ആത്മാവ് വന്നില്ല. കൈവച്ചിട്ട് തന്നെയാണ് ആത്മാവ് വന്നത്. കൈവച്ചിട്ട് ആത്മാവ് വന്നു എന്ന് ഈ പുസ്തകത്തിലുണ്ടെങ്കിൽ ഇനിയുള്ള കാലങ്ങളിൽ കൈവച്ചത് കൊണ്ടോ ആത്മാവിനാണ് കൈവച്ചത് കൊണ്ട് ഒരു തെറ്റുമില്ല. കൈവയ്ക്കേണ്ടത് കൈവയ്ക്കുക തന്നെ വേണം.
ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, മടങ്ങി വരുന്നു. ഇവിടെ വായിക്കുന്നു, അവൻ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചു. അപ്പോൾ പരിശുദ്ധാത്മാവ് നേരത്തെ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി ശ്രദ്ധിക്കണം, അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് ശിമിയോൻ കണ്ടാറേ. ഇവിടെ ശിമിയോൻ എന്ന് പറഞ്ഞൊരു മന്ത്രവാദി ഉണ്ടായിരുന്നു. അവന് ഒരു വിധം കൂട്ടത്തിൽ ചേർന്ന് നിൽക്കുക. ഈ ശിമിയോൻ എന്ത് കണ്ടു? അപ്പോസ്തലന്മാർ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ലഭിക്കുന്നത് കണ്ടു. അപ്പോൾ കാണത്തക്ക നിലയിൽ എന്തോ അവിടെ നടന്നിട്ടുണ്ട്. അല്ലാതെ പിന്നെ എങ്ങനെ അറിഞ്ഞു? ആവി പോലെയോ കാറ്റ് പോലെയോ ചുമ്മാ ഒരു സൈലൻ്റായിട്ട് ആത്മാവ് ലഭിച്ചപ്പോൾ ഇങ്ങനെ ഇരിക്കുകയായിരുന്നെങ്കിൽ ഈ ദൈവം ഇല്ലാത്തവൻ എങ്ങനെ മനസ്സിലാക്കി ആത്മാവ്? അപ്പോൾ എന്തോ ഒരു പ്രവൃത്തി അവിടെ നടന്നിട്ടുണ്ട്. അവൻ കണ്ടു പരിശുദ്ധാത്മാവ് ലഭിച്ചത്. അവൻ കാണുന്നത് പോലെയാണ് പരിശുദ്ധാത്മാവിടെ മേൽ വന്നത്. അപ്പോൾ അവിടെ വായിക്കുന്നു, അവിടെ അപ്പോസ്തലന്മാർ കൈവച്ച് പരിശുദ്ധം ലഭിച്ചത് കണ്ടാറേ അവർക്ക് ദ്രവ്യം കൊണ്ടുവന്ന് കൊടുത്തു. ഈ പുള്ളി കുറച്ച് പണം കൊണ്ടുവന്നു. പണം കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരുത്തൻ്റെ മേൽ കൈവച്ചാൽ അവന് പരിശുദ്ധാത്മ ലഭിക്കാൻ തക്കവണ്ണം ഈ അധികാരം എനിക്കും തരണം എന്ന് പറഞ്ഞു. സ്തോത്രം. ശ്രദ്ധിച്ച ഒരു കാര്യം കൂടെ നിങ്ങൾ കേൾക്കണം. അപ്പോൾ ഇവര് എന്താ പറഞ്ഞത്? പത്രോസ് അവനോട് ദൈവത്തിൻ്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാം എന്നത് നിരൂപിക്കൊണ്ട് നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ. ആമേൻ. എന്നിട്ടാണ് പറയുന്നത്. ഞാൻ ഈ വാക്യം വായിക്കും, നിങ്ങൾക്കത് ബോധ്യപ്പെടാൻ വേണ്ടി വായിച്ചതാണ്. അപ്പോൾ ഇവൻ വിചാരിച്ചത് ശുശ്രൂഷകൾ കാശ് കൊടുത്ത് വാങ്ങിക്കാന്ന് അങ്ങനെ വിചാരിച്ചേ. അവൻ ഒരു കാര്യം പറയാം, ദൈവത്തിൻ്റെ ദാനം, ദൈവത്തിൻ്റെ നന്മകള്, ദൈവത്തിൻ്റെ കൃപകളെ ഒരിക്കലും നമുക്ക് കാശ് കൊടുത്ത് വാങ്ങിക്കാൻ കഴിയില്ല. ആർക്കും അത് നമുക്ക് തരാനും കഴിയില്ല. ദൈവത്തിൻ്റെ ദാനം, ഈ ശുശ്രൂഷ, ദൈവത്തിൻ്റെ ദാനമെന്ന് പത്രോസ് പറയുന്നത് അവരുടെ മേൽ ഭരമേൽപ്പിച്ച ശുശ്രൂഷയാണ്. ആ ശുശ്രൂഷയെ നീ കാശ് കൊടുത്ത് വാങ്ങിക്കാൻ ശ്രമിക്കരുത്. ആമേൻ. ചില സ്ഥലങ്ങളിലൊക്കെ ചില ആളുകൾ തുടങ്ങിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഇത്ര ദിവസം ഇന്നടത്ത് ഇത്ര രൂപ ഫീസ് കെട്ടി നിന്നാൽ പോകുമ്പോൾ കൃപാവരം കൊണ്ട് പോകാം. ബൈബിളിൽ ആ ശുശ്രൂഷയില്ല. എത്ര വലിയ പുള്ളി ചെയ്താലും, കേരളത്തിലെ എത്ര വലിയ പുള്ളികൾ അംഗീകരിച്ചാലും അവൻ ഈ പുസ്തകപ്രകാരം ഞാൻ അത് അംഗീകരിക്കുന്നില്ല. നിങ്ങൾ അംഗീകരിക്കാം. രാമൻ പറഞ്ഞേ സ്തോത്രം. അത് വ്യാജമാണ്, വേദപുസ്തകത്തിന് വിപരീതമാണ് എന്ന് ദൈവമക്കൾ മറന്നു കളയരുത്. അത് തെറ്റാണ്. സ്തോത്രം. ഓക്കെ, കൂടുതൽ നമ്മുടെ വിഷയം അതല്ലല്ലോ. മടങ്ങി വരുന്നു. ഇവിടെ പറയുക, ഇവരെന്ത് ചെയ്തു? നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായ കൊണ്ട്, അല്ലേ? അവൻ്റെ ഹൃദയം എന്തല്ല? ദൈവസന്നിധി നേരുള്ളതായിരുന്നില്ല. അപ്പോൾ ശ്രദ്ധിക്കണം നിങ്ങൾ. ഞാനിവിടെ പറയുന്നത് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്ന കാര്യമല്ല. ആമേൻ. അത് ദൈവം നിങ്ങൾക്ക് നൽകിയത് കൊടുക്കുക. പക്ഷെ ഇവിടെ ഇവൻ കർത്താവിന് വേലയ്ക്ക് വേണ്ടി കൊടുത്തതല്ല, ദൈവത്തെ ഒരു ബിസിനസ് ആക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുക. ഇവിടെ വായിക്കുന്നു, നിന്റെ ഹൃദയം എന്തുള്ളതല്ല? നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായക കൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയില്ല. എന്നിട്ട് പറയുക, നീ ഈ വഷളത്വം വിട്ട്, ഇതിനെന്താ വിളിച്ചിരിക്കുന്നത്? വഷളത്വം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങൾ എവിടെയെങ്കിലും നടക്കുന്നെങ്കിൽ വേദപുസ്തകത്തിൽ അതിന് കൊടുത്തിരിക്കുന്ന വാക്കെന്താ? എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? വഷളത്വം. ഞാൻ പറഞ്ഞതല്ല, ഇതെൻ്റെ വീട്ടിൽ നിന്ന പുസ്തകമല്ല, നിങ്ങളുടെ കയ്യിലുള്ള ബൈബിളാണ്. വഷളത്വം. അപ്പോൾ അങ്ങനെ ഒരു വര എവിടെയെങ്കിലും ആരെങ്കിലും ഒക്കെ കൊടുക്കുന്നെങ്കിൽ അത് വഷളത്വമാണ്, വേദപുസ്തകത്തിന് അനുയോജ്യമല്ല. അപ്പോൾ വഷളത്വം ചെയ്തവൻ സ്വർഗത്തിൽ പോവും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ് അന്ത്യകാലത്ത് ഇതൊക്കെ നടക്കും. ഇവർ പ്രവചിക്കും, ഭൂതങ്ങളെ പുറത്താക്കും, രോഗികളെ സൗഖ്യമാക്കും. പക്ഷെ മാനസാന്തരത്തിൻ്റെ ഫലം കായ്ക്കായ കൊണ്ട് കർത്താവ് പറഞ്ഞ് ഞാനിവരെ അറിയുന്നില്ല. എല്ലാം ഒന്നല്ല, എല്ലാം ഒന്നല്ല. ആമേൻ. ഒരു കാര്യം ഞാൻ പറയട്ടെ, കേരളക്കരയ്ക്കകത്ത് പെട്ടെന്ന് വളർന്ന സംഘടനകളുണ്ട്. ആമേൻ. നിങ്ങൾ ശരിക്കും പഠിച്ചാൽ മനസ്സിലാവും. ഇവരെല്ലാം ഉപയോഗിച്ചത് സുവിശേഷമായിരുന്നില്ല, ഹിറ്റ്ലറുടെ തന്ത്രമായിരുന്നു. ഹിറ്റ്ലറുടെ തന്ത്രം. ഹിറ്റ്ലർ എന്ത് തന്ത്രം ഉപയോഗിച്ചെന്നറിയാമോ? ഹിറ്റ്ലർ ഉപയോഗിച്ച തന്ത്രം ചരിത്രം പഠിച്ചാൽ അറിയാം. ഹിറ്റ്ലർ ഉപയോഗിച്ച തന്ത്രം ന്യൂനപക്ഷമായി
ജനത്തോട് മിങ്കിള് ചെയ്യാതെ ഉപദേശത്തെ മുറുകെ പിടിച്ച് ആത്മീകരാണെന്ന് അഭിമാനിച്ച് കാത്തിരുന്ന ഒരു വിഭാഗമുണ്ടായിരുന്നു. അവരുടെ പേരാണ് യഹൂദന്മാർ. ഇവർ ലോകത്തോട് മിങ്കിൾ ചെയ്തില്ല. അവരെ ആയിരുന്നു ഇവരുടെ കരു. സ്തോത്രം. കേരളത്തിൽ വളർന്ന പല സംഘടനകളും നിങ്ങൾ നോക്കിക്കോ, ന്യൂനപക്ഷമായി കേരളക്കരയിൽ 2000 വർഷങ്ങളോളമായി വേർപാട് അനുഷ്ഠിച്ചു നിന്ന ചില സഭകളുടെ ആത്മീക വേറിട്ട കൂട്ടായ്മകളുടെ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ അവിടെ ന്യൂനതകൾ, അവിടെ കുറവുകളെ അവൻ കൂട്ടത്തിൽ ചേരാത്തവരാണ്, കൂട്ടത്തിൽ കൂടാത്തവരാണ്, മറ്റൊരു സംഭവമാണ്, അവർ ഇന്നതിന് വിപരീതമാണ്, കൂട്ടങ്ങൾക്ക് അവർ വിരോധികളാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഈ സംഘടനകൾ കെട്ടിപ്പണിതതും ആളെ കൂട്ടിയതും. അല്ല, സുവിശേഷം പ്രസംഗിച്ചിട്ടല്ല. പിണങ്ങിയോ നിങ്ങൾ? പിണങ്ങിയാൽ അതാ സത്യം. ആമേൻ. അപ്പൊ എന്തുണ്ടായി? അന്നുവരെ നിലനിന്നിരുന്ന ആത്മീക സംഘടനകളിലുണ്ടായ അവർ വേർപാട് കാണിച്ച കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, വെള്ള വസ്ത്രം അവർ നിർബന്ധം പറഞ്ഞു, അതിനെ പൊക്കിപ്പിടിച്ചു. ആഭരണം നിർബന്ധം പറഞ്ഞു, അതിനെ പൊക്കിപ്പിടിച്ചു. ചെരുപ്പിടാത്ത അപ്പച്ചന്മാർ നടന്നു, അതിനെ പൊക്കിപ്പിടിച്ചു. കോട്ടിടാത്ത അപ്പച്ചന്മാർ നടന്നു, അതിനെ പൊക്കിപ്പിടിച്ചു. ഇതായിരുന്നു പ്രസംഗ വിഷയം. ഇതിനെ പ്രസംഗ വിഷയം മറ്റ് ജാതികളുടെ കാതിൽ കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി, ഇതല്ലാത്തൊരു വിഭാഗം വരുന്നു. അത് ആത്മീക കാഴ്ചപ്പാടായിരുന്നില്ല, ഹിറ്റ്ലർ ഉപയോഗിച്ച തന്ത്രമായിരുന്നു. ആ ജനക്കൂട്ടത്തിന്റെ പുറകിൽ നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലേലും അതിൽ അനേകം രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, പലരും കർത്താവിനെ കണ്ടിട്ടുണ്ട്, പലരും സ്നാനപ്പെട്ട് വേർപെട്ട വിശ്വാസ ജീവിതത്തിലേക്ക് നയിക്കപ്പെടാൻ കാരണമുണ്ടായി. അത് സുവിശേഷമെന്ന ആ മഹാത്മ്യം കൊണ്ട് മാത്രമാണ്. പക്ഷെ ലീഡേഴ്സ് ഉപയോഗിച്ചത് ആത്മഭാരമായിരുന്നില്ല, അവർ ഉപയോഗിച്ചത് തന്ത്രങ്ങളായിരുന്നു. ആമേൻ. അതിന് വേദപുസ്തകം പറയുന്നത് വഷളത്വം. എന്താ പറയുന്നത്? വഷളത്വം. നമ്മളെ എല്ലാവർക്കും എന്നെ ദഹിക്കാത്തതിൻ്റെ പുറകിലെ കാര്യം ഇതാണ്. എല്ലാ കാര്യങ്ങളും പറയാതിരിക്കാൻ പറ്റില്ല ദൈവമക്കളെ. ഇവിടെ പറയുന്നു, നീ ഈ വഷളത്വം പ്രവർത്തിച്ചത് കൊണ്ട് നീ ഈ വഷളത്വം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക. പക്ഷേ നിന്റെ ഹൃദയത്തിലെ നിരൂപണം ക്ഷമിച്ചു കിട്ടുമായിരിക്കും. ആമേൻ പറഞ്ഞേ. നീ കയ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ കാണുന്നു. ഇവന്റെ അകത്ത് എന്തായിരുന്നു? ഇവന്റെ അകത്ത് കിടക്കുന്ന എന്താ പറഞ്ഞേ? കയ്പുള്ള പക, അനീതിയുടെ ബന്ധനം. അപ്പൊ ചോദിക്കട്ടെ, ഞാൻ ഈ കയ്പുള്ള പകയും അനീതിയുടെ ബന്ധനവും അകത്തുണ്ടെങ്കിൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമോ? നമ്മുടെ അകത്ത് കയ്പ് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ വല്ല കാര്യമുണ്ടോ? കർത്താവ് അതുകൊണ്ട് കുടുംബജീവിതത്തിന്റെ കാര്യം പറയുമ്പോൾ പ്രത്യേകം പറയുന്നുണ്ട്, ഭാര്യയോട് കയ്പായിരിക്കരുത്. കയ്പായിരിക്കുന്ന വഷളത്വമാധികം ഇതില്. ഭാര്യയോടായാലും ഭർത്താവിനോടായാലും കാര്യങ്ങൾ തുറന്നു പറയുന്നതല്ല വഷളത്വം. ഉള്ളു തുറന്നു പറയുന്നത് പലർക്കും വഷളത്വമായിട്ട് തോന്നുക. കാര്യം തുറന്നു പറയുന്നത്, അകത്ത് കയ്പ് വെച്ച് പുലർത്തുക, പുറത്ത് അഭിനയിക്കുക. ഇവനെ അകം സ്കാൻ ചെയ്തു. ഇവന്റെ അകം സ്കാൻ ചെയ്തിട്ട് പറയുക, നിന്റെ ഹൃദയത്തിലെ നിരൂപണം ക്ഷമിച്ചു കിട്ടുമായിരിക്കും. എങ്ങനെ? നീ കയ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. അതിന് ശിമയോൻ, നിങ്ങൾ പറഞ്ഞതൊന്നും എനിക്ക് ഭയപ്പാതിരിപ്പാൻ കർത്താവിനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുക. ഇവിടുത്തെ വിഷയവും ശിമോനോടും പറയുന്നത് എന്താണ്? മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെടാകിയാൽ ഒരു കാര്യവും ഇല്ല. അപ്പൊ അപ്പോസ്തലന്മാരുടെ യേശുക്രിസ്തു ആക്കി വെച്ച അപ്പോസ്തലന്മാർ അപ്പോസ്തല പ്രവൃത്തിയിൽ അവരുടെ സന്ദേശങ്ങൾ മാനസാന്തരമായിരുന്നു. ഇന്ന് പകലിൽ എല്ലാ കണ്ണുകളും നമ്മൾ അടയ്ക്കുക. ഇനി മറ്റൊരു ചിന്തയിലേക്ക് പോകാതെ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് നിറഞ്ഞു നിൽക്കേണ്ടുന്ന ചിന്ത ഏറ്റവും അധികം എന്താണ്? മാനസാന്തരമായിരിക്കണം. ജീവിതം ഹൃദയമാണ് ദൈവം നോക്കുന്നത്. നിന്റെ ഹൃദയത്തെ കാണുന്നൊരു ദൈവമുണ്ട്.
ആമേൻ. ഹൃദയം ശോധന ചെയ്യുന്ന ദൈവമുണ്ട്. ആത്മാവിൻ്റെ ഫലം വിളയിക്കുന്ന, മാനസാന്തരത്തിൻ്റെ ഫലം വെളിപ്പെടുത്തുന്ന ഒരു ദൈവ പൈതലാകണം. എവിടെ മാനസാന്തരപ്പെടണം? വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബത്തിനകത്ത്, സഭയിൽ, സമൂഹത്തിൽ മാനസാന്തരം വെളിപ്പെടുത്തണം. ആത്മിക ജീവിതത്തെ വെളിപ്പെടുത്താൻ കഴിയുന്ന ഒരു നല്ല ദൈവ പൈതലായി ജീവിപ്പാൻ ദൈവം സഹായിക്കട്ടെ. എന്നെ കേൾക്കുന്ന ആരുടെങ്കിലും ഹൃദയത്തിനകത്ത് ഇന്ന് ഈ കേൾക്കപ്പെട്ട വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ഇടപെടുത്തെങ്കിൽ താഴ്മയോടെ ദൈവത്തോട് പറയാം, ദൈവമേ, ആത്മിക നന്മകളിലൂടെ എനിക്ക് പോകണം. എനിക്ക് തന്ത്രം എനിക്ക് വേണ്ട. ശിമിയോന്റെ ജീവിതം ഭയങ്കര തന്ത്രമായിരുന്നു. ഇവൻ വിചാരിച്ചത് അപ്പോസ്തലന്മാരെ വിലയ്ക്ക് വാങ്ങാമെന്ന് വിചാരിച്ചത്. പക്ഷേ അവിടെ വായിക്കുന്നു, അവിടെ പറയുന്നു, അല്ല, നീ മാനസാന്തരപ്പെടണം. ആമേൻ. തൊട്ടുമുകളിൽ അവിടെ പറയുന്നു, അല്ലേ, യഹൂദന്മാരോട് പറയുക, ഇസ്രായേലിലുള്ളവർ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം, പാപമോചനം ഉണ്ടാകണം. ഇസ്രായേലും മാനസാന്തരപ്പെടണം. ആമേൻ. ഈ അടുത്തിടയ്ക്ക് ഒരു സന്ദേശം ഞാൻ കൂടെ കേൾക്കുന്നു. ഇസ്രായേലും നമ്മളും തമ്മിൽ, ഇസ്രായേലിനെ നമ്മൾ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണം? അതാണ് മെസ്സേജ്. സ്തോത്രം. ഇസ്രായേൽ ദൈവത്തിൻ്റെ ജനമാണ്, ഇന്നല്ല. ആമേൻ. ഇന്ന് ഭൂമിയിൽ ഒറ്റ സഭയേ ഉള്ളൂ. അത് സകല ജാതികളിൽ നിന്നും വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവത്തിൻ്റെ ജനം. ആമേൻ. യേശു കർത്താവിനെ ഭൂമിയിൽ യേശുവിൻ്റെ പുത്രത്വം, യേശുവിൻ്റെ മശിഹത്വം അംഗീകരിക്കാത്ത രണ്ട് വിഭാഗമേ ഉള്ളൂ. അതിലൊരു വിഭാഗം ഇവരാണ്. ആമേൻ. പിന്നെ നമ്മൾ എന്ത് സപ്പോർട്ട് ചെയ്യും? പിന്നെ പറയാം, ദൈവത്തിൻ്റെ ജനമായിരുന്നു, അബ്രഹാമിൻ്റെ മക്കളായിരുന്നു, അതുകൊണ്ട് ദൈവം അവരെ കരുതുന്നു. അവരുടെ ലക്ഷണങ്ങൾ, അവരുടെ വീണ്ടെടുപ്പ് യേശു കർത്താവിൻ്റെ വരവിൻ്റെ മുന്നോടിയാണെന്ന് പറയാം. അല്ലാതെ ഇസ്രായേൽ എന്ന് കേൾക്കുമ്പോൾ രക്തം തിളയ്ക്കുന്ന വിശ്വാസികളുണ്ട്. അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. എനിക്ക് ഇസ്രായേലും മരിച്ചാലും, ഇസ്രായേലും പാപം ചെയ്താലും, പലസ്തീനി പാപം ചെയ്താലും, ഇവിടുത്തെ ഇന്ത്യക്കാരൻ പാപം ചെയ്താലും, ഇന്ത്യക്കാരൻ മരിച്ചാലും, യഹൂദൻ മരിച്ചാലും, പലസ്തീനി മരിച്ചാലും എനിക്കൊരു വേദനയാണ്. കാരണം ഞാൻ പുതുനിയമത്തിൻ്റെ വിശ്വാസിയാണ്. പുതിയ നിയമം എന്ന് പറയുന്നത് സകല ജാതികളിൽ നിന്നുള്ളവരെയും കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങി നിർത്തുന്നതാണ് പുതിയ നിയമത്തിലെ സഭ. പുതിയ നിയമത്തിലെ സഭയ്ക്ക് എന്തില്ല? പുതിയ നിയമത്തിലെ സഭയ്ക്ക് മതമില്ല. പുതിയ നിയമത്തിലെ സഭയ്ക്ക് ലോകത്ത് ജീവിക്കാൻ മതമില്ലെന്നല്ല. പുതിയ നിയമത്തിലെ സഭയ്ക്ക് അങ്ങനെ പ്രത്യേകമായ ഒരു പ്രത്യേകതകളില്ല. പുതിയ നിയമത്തിലെ സഭയ്ക്കുള്ള ഏക പ്രത്യേകത യേശു ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ട്, മാനസാന്തരപ്പെട്ട്, ആത്മാവിൻ്റെ ഫലമുള്ളവരായി ജീവിപ്പാൻ ദൈവത്തിൽ ആശ്രയിക്കുക. ആമേൻ. ഒരുപാട് ചിന്തകളൊക്കെ മൂപ്പരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ആളുകളുടെ രക്തം തിളയ്ക്കുക. എന്താണെന്നറിയാമോ? യഹൂദൻ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ തന്നെ അങ്ങോട്ട് കലിപ്പ് വരിക പലസ്തീനിയോട്. അപ്പോൾ പലസ്തീനെ നിനക്ക് നേടണ്ടേ? പലസ്തീൻ രക്ഷിക്കപ്പെടണ്ടേ? ആമേൻ. ദൈവസഭ ഉദരവിക്കപ്പെടണമെങ്കിൽ പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ കണ്ണീരൊടുക്ക്. ഇവിടെ വായിക്കുന്ന ജാതികൾ കലഹിക്കുന്നു, വംശങ്ങൾ വ്യർത്ഥമായി നിരൂപിക്കുന്നു. സുവിശേഷം പ്രസംഗിക്കാൻ അനുവദിക്കാത്ത വിധത്തിൽ അന്നത്തെ യഹൂദ ജാതി സുവിശേഷകന്മാർക്കെതിരെ, അപ്പോസ്തലന്മാർക്കെതിരെ എഴുന്നേറ്റപ്പോൾ അവർ മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ ഇരുന്നിരുന്നിടം കുലുങ്ങി. അവർ പൂർണ്ണ ധൈര്യത്തോടെ അവർ വീണ്ടും യേശുവിനെ പ്രസംഗിച്ചു എന്ന് കാണുന്നു. ആമേൻ. അല്ലാത്തതെല്ലാം നടക്കും. യുദ്ധങ്ങളെല്ലാം നടക്കും, ക്ഷാമങ്ങളും നടക്കും, കൂട്ടമരണങ്ങൾ സംഭവിക്കും, ഒരുപാട് അനർത്ഥങ്ങൾ ലോകത്തിൽ നടക്കും. ഇത് യേശു പറഞ്ഞിട്ടുണ്ട്. ദൈവരാജ്യം സ്ഥാപിക്കപ്പെടും മുമ്പ്, യേശു കർത്താവ് മടങ്ങി വരും മുമ്പ്, ദൈവരാജ്യം അക്ഷരാർത്ഥത്തിൽ വെളിപ്പെടും മുമ്പ്, ആത്മീകമായല്ല, കണ്ണുകൾ കൊണ്ട് കാണുന്നത് പോലെ ദൈവരാജ്യം ഭൂമിയിൽ വരും മുമ്പ് ഇതെല്ലാം സംഭവിക്കും. നമുക്ക് ദൈവസഭയെക്കുറിച്ച് എരിവുണ്ടാകട്ടെ. യഹൂദനെ കുറിച്ചല്ല, മറ്റാരെ കുറിച്ചും അല്ല എരിവുണ്ടാകേണ്ടത്. ദൈവസഭയെക്കുറിച്ച്, ദൈവരാജ്യത്തെക്കുറിച്ച്. അതിനൊരു എരിവുമില്ല. ഒരു പാപി മാനസാന്തരപ്പെടാത്തിന് ഒരു എരിവുമില്ല. ഒരു വ്യക്തി പിന്മാറി പോകുമ്പോൾ ഒരു എരിവില്ല, കുറ്റം പറയുക. എരിവ്, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള എരിവ് നമ്മുടെ അകത്തുണ്ടാകണം. യേശു പറഞ്ഞത്, പിതാവിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു. യേശുവിനകത്തെ എരിവ് ആലയത്തെക്കുറിച്ചായിരുന്നു.
ഇന്നത്തെ ആലയം പുതിയ നിയമസഭയാണ്, ചുമരുകൾക്കുള്ളിലല്ല. കർത്താവ് പറഞ്ഞു, എന്താ യേശു പറഞ്ഞത്? അവൻ എന്താ അപ്പോസ്തലൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത്? കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ കർത്താവ് വാസം ചെയ്യുന്നില്ല. കൈപ്പണിയായ ബിൽഡിങ്ങിലല്ല നമ്മുടെ യേശു ഉള്ളത്. പിന്നെ എവിടാണ്? ദൈവത്തിന്റെ മന്ദിരമാണ് നമ്മുടെ ഹൃദയം. ദൈവത്തിന്റെ മന്ദിരമായ നമ്മുടെ ഹൃദയത്തിനകത്ത് യേശു വാസം ചെയ്യുന്നു. എങ്ങനെ? ഇവിടെ വായിക്കുന്നു, മാനസാന്തരത്താലും പാപമോചനത്താലും. ഇന്ന് പകലിൽ എല്ലാ കണ്ണുകളും അടയ്ക്കാം. അപ്പോസ്തലന്മാരുടെ ആമേൻ അവിടെ സന്ദേശം മാനസാന്തരപ്പെടുക എന്നുള്ളതായിരുന്നു. അതിൻ്റെ പ്രാധാന്യത ഒന്നുകൂടെ നമ്മളെ ഉറപ്പിക്കുന്നു. കണ്ണുകളടയ്ക്കാം, ഏൽപ്പിച്ചു കൊടുക്കാം, ദൈവസന്നിധി പ്രാർത്ഥിക്കാം. എല്ലാവരും തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത ദൈവത്തോട് നന്ദി പറഞ്ഞാണ്. ഹല്ലേലൂയ ജീസസ്. യേശുവേ നിൻ പാദം കുമ്പിടുന്നു, യേശുവേ നിൻ പാദം കുമ്പിടുന്നു, യേശുവേ നിൻ പാദം കുമ്പിടുന്നു. നമ്മുടെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് പകലിലും ആ ദൈവദിന ഭാഗം കേൾക്കുവാൻ നമുക്ക് ദൈവം കൃപ തന്നത്. എല്ലാ കണ്ണുകളോടെ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ കർത്താവ് നമ്മളെ നടത്തിയ വിധങ്ങൾ, ദൈവം ചെയ്ത നന്മകൾ, ദൈവം ചെയ്ത ഉപകാരങ്ങൾ, ദൈവം ജീവിതത്തിൽ കാണിച്ച സകല അനുഗ്രഹങ്ങളും ഒരിക്കൽ കൂടെ ഏൽപ്പിച്ചു കൊടുക്കാം. കണ്ണുകളടയ്ക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ആമേൻ. ഞങ്ങളുടെ പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ ചേർന്ന്, ഞങ്ങൾ സഹോദരങ്ങൾ 4 പേര് ഇവിടെയുണ്ട്. ഈ യൂട്യൂബിലും ഈ കർത്താവ് ഗൂഗിൾ മീറ്റിലുമായി ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ പല ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നു. ഇന്ന് പകൽ ദൈവമേ, ഞങ്ങളുടെ ഹൃദയം കർത്താവിൻ്റെ സ്നേഹത്തിൽ നിറയുകയാണ്. കാൽവറിയിലൂടെ അവൻ്റെ നാമത്തിൽ പാപമോചനവും മാനസാന്തരവും ഉണ്ടെന്ന് പ്രസംഗിക്കപ്പെട്ടപ്പോൾ കർത്താവ് ഞങ്ങളുടെ ഹൃദയം തിരുവെഴുത്തുകളെ അറിയുവാൻ തുറന്നു തരാൻ ദൈവത്തിന് പ്രസാദം തോന്നിയല്ലോ. ദൈവമേ, ഞങ്ങൾ പുറംപറമ്പിൽ എറിയപ്പെട്ട കൽപ്പാത്രങ്ങളായിരുന്നു. അകത്ത് നിന്ന ഒരുപാട് മാനിക്കപ്പെട്ട ഒത്തിരി പേരുണ്ട്. എന്നാൽ പുറംപറമ്പിൽ എറിയപ്പെട്ട കൽപ്പാത്രങ്ങളെ പോലെ ആർക്കും വേണ്ടാതെ ശൂന്യതയുടെ അനുഭവങ്ങളിലൂടെ കടന്നുപോയ ഞങ്ങൾ, തകർന്നുപോയ ഞങ്ങൾ, നശിച്ചുപോയ ഞങ്ങൾ, അപ്പച്ച പലപ്പോഴും ദൈവിക നന്മകളെ പ്രാപിപ്പാൻ കർത്താവ് അവൻ ആ ശിമിയോനെ പോലെ പല നേർച്ചകളും അവൻ എവിടെങ്കിലുമൊക്കെ കാശ് കൊടുത്തതുകൊണ്ടോ നേർച്ച ഇട്ടതുകൊണ്ടോ അവൻ പലയിടത്തിൻ്റെ പിന്നാലെ പോയതുകൊണ്ടോ അപ്പോസ്തലന്മാരുടെ മുമ്പിൽ പോയതുകൊണ്ടോ അവൻ വല്ലതും ആകാമെന്ന് ഞങ്ങൾ കൊതിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ പോയ പാതയിലൊന്നും ഞങ്ങൾക്കൊന്നും നേടാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ ആയിരുന്നിടത്തൊന്നും ഞങ്ങൾക്കൊന്നും സമ്പാദിക്കാനോ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഒരു സമ്പാദ്യവും ആത്മീക നേട്ടങ്ങൾ ഉണ്ടായില്ല. എന്നാൽ ദൈവമേ, ഞങ്ങളെ വീണ്ടെടുക്കുവാൻ അങ്ങേക്ക് പ്രസാദം തോന്നി. അങ്ങയുടെ സമാധാന സുവിശേഷം ഞങ്ങളുടെ ഭവനങ്ങളിലെത്തി, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അത് പ്രവേശിച്ചു. ആത്മാവിനാൽ ഒരു പാപബോധം ഉണ്ടായി, പാപത്തെക്കുറിച്ചൊരു ബോധ്യമുണ്ടായി. യേശുവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കുവാൻ, ഇപ്പോൾ അങ്ങ് മാത്രം രക്ഷകനെന്ന് ഏറ്റുപറയുവാൻ, മാനസാന്തരപ്പെട്ട ജീവിതം നയിപ്പാൻ കർത്താവ് ഞങ്ങൾക്കൊരു ഭാഗ്യം തന്നു. അനുദിനവും ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് മാനസാന്തരത്തിൻ്റെ ഫലം കായ്പാൻ കർത്താവ് കൃപ ചെയ്യണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ തലങ്ങളിലും വിശുദ്ധീകരണത്തിൻ്റെ പാതയിലൂടെ യാത്ര ചെയ്യാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവ് വീഴ്ചകൾ താഴ്ചകൾ സംഭവിക്കുന്ന ഈ മൺകൂടാരത്തിലാ ദൈവമേ ഞങ്ങൾ ജീവിക്കുന്നത്. പൗലോസ് പറഞ്ഞതുപോലെ ഇച്ഛിക്കാത്ത തിന്മകൾ ഞങ്ങളിലേക്ക് കയറി വരുമ്പോൾ അപ്പച്ചാ ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ, ഇച്ഛിക്കാത്ത തിന്മകളെ അതിജീവിപ്പാൻ ഞങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പകരുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ദൈവമേ, നിഗളിച്ചു പോകാതെ, അഹങ്കരിച്ചു പോകാതെ ആത്മസാന്നിധ്യത്തിൻ്റെ മറവിൽ നിൽപ്പാൻ കൃപ നൽകണമേ.
ഞങ്ങളെ കർത്താവ് പുതുക്കി പണിയണമേ. ദൈവകൃപയോടെ ദൈവം ഞങ്ങളെ നടത്തണമേ. അന്ത്യകാലത്തിൻ്റെ സുവിശേഷം ഞങ്ങൾ ഇടങ്ങളിൽ പ്രസംഗിക്കുമ്പോൾ അനേകർ ക്രിസ്തുവിലേക്ക് അടുക്കപ്പെടുന്നത് കാണുവാൻ ദൈവം ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരായി കർത്താവ്, ഞങ്ങളുടെ രക്തബന്ധങ്ങളായി കർത്താവ്, ഞങ്ങളുടെ സഭാ വിശ്വാസികളായി, അവൻ ഞങ്ങളുടെ കൂട്ടായ്മയിലെ ശുശ്രൂഷകന്മാരായി വിവിധ മാധ്യമങ്ങളിലൂടെ സംബന്ധിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം ഒരിക്കൽ കൂടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തൃക്കരങ്ങളിലേക്ക് ബലമേൽപ്പിക്കുന്നു. എല്ലാ മഹത്വവും ഞങ്ങളുടെ കർത്താവിന്. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ താഴ്മടപേക്ഷിക്കുന്നു. ദൈവയോടെ കേട്ട് ഉത്തരപരളുമാറാകണമേ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ കൃപയും സമാധാനം ഉണ്ടായിരിക്കും. ഓർത്തഡോക്സ് വിഷയങ്ങൾ കടന്നു വന്ന ഭക്തന്മാർ എല്ലാ പ്രിയപ്പെട്ടവരോടും യേശു കർത്താവിൻ്റെ രണ്ടാമത്തെ വരുന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാം ചിന്തിച്ചത് ഇങ്ങനെയാണ്. അവസാന ഭാഗങ്ങൾ മറന്നു കളയരുത്. അപ്പോസ്തലന്മാരുടെ സന്ദേശമായിരുന്നു മാനസാന്തരം. വിവിധ ഇടങ്ങളിൽ മാനസാന്തരത്തെ അവർ ഹൈലൈറ്റ് ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതയാത്രയിൽ ഇസ്രായേൽ എന്നുള്ള എന്ന് പറഞ്ഞാൽ ആത്മീകരാണെന്ന് അഭിമാനിക്കുന്നവരോടും പറയുന്നത് മാനസാന്തരപ്പെടണമെന്നാണ്. അങ്ങനെയെങ്കിൽ എല്ലാ ഇടങ്ങളിലും മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പാൻ എല്ലാ ഇടങ്ങളിലും ആമേൻ ഹല്ലേലൂയ മാനസാന്തരത്തിന് കൊള്ളാകുന്നവരെ നിൽപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ് ജീസസ്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ അങ്കിളെ പ്രൈസ് ദി ലോർഡ്. ഷൈജു പ്രൈസ് ദി ലോർഡ്.